പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 30-11 തിരുവചനം. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു. കാരുണ്യവാനായ കർത്താവ് നമ്മുടെ വിലാപ ദിനങ്ങളെ ആനന്ദമാക്കി മാറ്റാൻ കഴിവുള്ള ഈശോ ഇന്ന് തിരുവചനത്തിലൂടെ നമ്മളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് ചാക്കുവസ്ത്രം അഴിച്ച് നമ്മളെ ആനന്ദമണിയിക്കുമെന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ചാക്കുവസ്ത്രം പലരും അണിയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരുടെ മരണത്തിലുള്ള ദുഃഖസൂചകമായി ചാക്കുവസ്ത്രം പലരും അണിഞ്ഞിട്ടുണ്ട്. പാപ ജീവിതത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് അനുതാപത്തിലേക്ക് കടന്നു വരുന്നവരും അണിഞ്ഞിരുന്നത് ചാക്കുവസ്ത്രമായിരുന്നു. രാജ്യത്തിൽ ജനങ്ങൾക്കുണ്ടായ ദുരന്തങ്ങളിൽ ദുഃഖിച്ചുകൊണ്ട് പല ഭരണാധികാരികളും ചാക്കുവസ്ത്രം അണിഞ്ഞിട്ടുണ്ട്. നമ്മുടെയും ജീവിതാവസ്ഥകളിൽ ഈ ചാക്കുവസ്ത്രം അണിയേണ്ട പല സാഹചര്യങ്ങളിലൂടെയും നമ്മളും കടന്നുപോയിട്ടില്ലേ? ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്നോർത്ത് ദുഃഖിച്ച നാളുകൾ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? എന്നാൽ ഈശോ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു, ഞാൻ നിന്റെ ചാക്കുവസ്ത്രം അഴിച്ച് നിന്നെ ആനന്ദമണിയിക്കുമെന്ന്. നമ്മുടെയും കണ്ണുനീർ തുള്ളികളെ കുപ്പികളിൽ ശേഖരിക്കുന്ന, നമ്മുടെ വിലാപ ദിനങ്ങളെ ആനന്ദമാക്കി മാറ്റാൻ കഴിവുള്ള ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തന്നെ ജീവിതാവസ്ഥകളെ പൂർണ്ണമായി കൊടുക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.